ഇന്ന് നമുക്ക് നല്ലൊരു രസത്തിൻ്റെ റെസിപ്പി നോക്കാം. വയറിൻ്റെ അസിഡിറ്റിയും പുളിച്ചതകട്ടലൊക്കെ മാറ്റാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നമ്മൾ ഈ രസം ഇതേപോലെ ഉണ്ടാക്കി ചോറിനോടൊപ്പം കഴിക്കാം. വെറുതെ നമുക്ക് ഒരു ഗ്ലാസ് രസം കഴിക്കാം. അപ്പോൾ വയറ് നല്ല നോർമലായിട്ട് നല്ല സുഖമായിട്ട് കിട്ടും. ഒരു പുളിച്ചതകട്ടലോ അസിഡിറ്റിയോ ഒന്നുമില്ലാതെ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു തക്കാളി വളരെ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു പച്ചമുളക്, 5-6 അല്ലി വെളുത്തുള്ളി, 5-6 അല്ലി ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. ഒരു 2-3 വറ്റൽമുളകും കൂടി ചേർക്കാം. ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് നല്ല ഫ്രഷായ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഒട്ടും തന്നെ കരിയാതെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചപ്പൊക്കെ മാറി വരുന്ന കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് ചതച്ച് ചേർക്കുമ്പോഴാണ് ഈ രസത്തിന് നല്ലൊരു ഗുണം ഉണ്ടാകുന്നത്. പൊടിയേക്കാളും നല്ലത് കുരുമുളക് ചതച്ചതാണ്. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ സ്റ്റൗ ഈ സമയത്ത് സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി നമ്മൾക്ക് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ നമ്മൾ നേരത്തെ കടുക് വറുത്തപ്പോൾ അത് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. അധികം ഉലുവ ചേർത്ത് കഴിയുമ്പോൾ ഒരു കയ്പ്പ് വരും. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാളംപുള്ളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ഗ്ലാസ് സാധാരണ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരിയതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർക്കാം. അപ്പോൾ ഒരു തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണിത്. അപ്പോൾ വയറിനും നല്ല സുഖം കിട്ടും, നമുക്ക് ചോറിനോടൊപ്പം കഴിക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ആവശ്യമുണ്ടോ എന്നൊന്ന് നോക്കുക, എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് പുളി ഉപ്പൊക്കെ ചേർക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലവണ്ണം തിളച്ച് വരട്ടെ. ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് സിമ്മിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കറി നല്ല സെറ്റായിട്ട് വരും. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് സിമ്മിലിടുക. അപ്പോഴാണ് കറി എല്ലാം കൂടി നന്നായിട്ട് സെറ്റായിട്ട് വരുന്നത്. ഒരു 5 മിനിറ്റ് നമുക്ക് സിമ്മിലിട്ട് തിളപ്പിച്ച് കറി ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ലാസ്റ്റ് ഇത്തിരി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും കൂടി ചേർക്കുമ്പോഴാണ് രസത്തിൻ്റേതായ ഒരു ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. മല്ലിയില ചേർത്ത ഉടനെ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുമ്പോൾ നമ്മുടെ കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ചോറിനോടൊപ്പം ഒന്ന് ഇത് കഴിച്ച് നോക്കുക. വയറിൻ്റെ ഗ്യാസ് പ്രോബ്ലം ഒക്കെ മാറ്റി നല്ല സൂപ്പറായിട്ട് നമ്മുടെ വയറിരിക്കും. അപ്പോൾ നമ്മൾ സദ്യക്കൊക്കെ കണ്ടിട്ടില്ലേ, ഏറ്റവും അവസാനം രസം വിളമ്പണം. അപ്പോൾ പല വിധത്തിലുള്ള വിഭവങ്ങളൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് രസം കൂടി കഴിക്കുമ്പോൾ വയറിൻ്റെ ഗ്യാസ് പ്രോബ്ലം ഒക്കെ മാറാൻ വേണ്ടിയാണ് നമുക്ക് ലാസ്റ്റ് നമുക്ക് രസം തരുന്നത്. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കുക. അപ്പോൾ കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കായവും എല്ലാം ചേർന്നുകൊണ്ട് വയറിന് നല്ല സുഖം കിട്ടും. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.